ഉരുൾപൊട്ടലിൽ തകർന്നുപോയ വയനാടിന് 5 കോടി രൂപയുടെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഒപ്പം കർണാടകയും വാരിക്കോരി സഹായം ചെയ്യുകയാണ് കേരളത്തിന്. രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായാണ് തമിഴ്നാട് സർക്കാർ സഹായം നൽകിയിരിക്കുന്നത്. കൂടാതെ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന മെഡിക്കൽ സംഘത്തെയും അതുപോലെ അഗ്നിരക്ഷാസേന ടീമിനെയും വയനാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ് സ്റ്റാലിൻ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദുഃഖത്തിൽ തമിഴ്നാടും പങ്കുചേരുന്നു എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി തങ്ങൾ 5 കോടി രൂപ നൽകുന്നു. അതോടൊപ്പം തന്നെ IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 2 സംഘങ്ങളെ സഹായിക്കാൻ അയക്കുന്നു. ഇതുകൂടാതെ തമിഴ്നാട്ടിലെ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ടീമിനെയും അയക്കുന്നുണ്ട്. തങ്ങളുടെ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താൻ ഫോണിൽ സംസാരിച്ചുവെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചിരിക്കുന്നു. ഇതുകൂടാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായമായി സീനിയർ IAS ഉദ്യോഗസ്ഥരായ KS സമീരൻ, അതുപോലെ ജോണി ടോം വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ, ഇരുവരും മലയാളികളാണ്, ഇവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഉദ്യോഗസ്ഥരെ വയനാട്ടിലേക്ക് നിയോഗിച്ചു കഴിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനായി അഗ്നിശമന സേനയിലെ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ 20 രക്ഷാപ്രവർത്തകരെയും ഒരു SP-യുടെ നേതൃത്വത്തിൽ 20 ദുരന്ത നിവാരണ ടീമിനെയും 10 ഡോക്ടർമാരെയും നഴ്സുമാരും അടങ്ങുന്ന മെഡിക്കൽ സംഘത്തെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇവർ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ കൈയഴിഞ്ഞ് സഹായം നൽകുകയാണ് അയൽ സംസ്ഥാനങ്ങളെല്ലാവരും. കർണാടകയും അവരുടെ സഹായം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. തുക വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും രക്ഷാപ്രവർത്തകരെയും ആരോഗ്യ പ്രവർത്തകരെയും മറ്റു സംവിധാനങ്ങളെയും അയക്കുകയാണ് കർണാടക. ഐഡിയൽ റിലീഫ് ടീം എന്ന് പേരുള്ള ഒരു 10 അംഗ സംഘത്തെ രക്ഷാപ്രവർത്തനത്തിനായി കർണാടക അയച്ചു കഴിഞ്ഞു. അങ്ങനെ അയൽ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കേരളത്തിന് സഹായങ്ങൾ വാരിക്കോരി നൽകുമ്പോൾ ഒന്നോർക്കുക, നല്ല സമയത്ത് അനാവശ്യമായി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അന്യ സംസ്ഥാനങ്ങളെ കുറ്റം പറയാതിരിക്കുക എന്നൊരു പാഠമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്.